Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേഷനിലെ നെക്സ്റ്റ് പോർഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഓഫറും ആക്സെപ്റ്റൻസും റിവോക്കേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പം നോക്കാം എന്തൊക്കെയാണെന്ന്. When the contracting parties are facing each other, there is no problem of communication because there is instantaneous communication of offer and acceptance. അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാർട്ടികൾ തമ്മിൽ രണ്ടുപേരും ഫേസിങ് ഈച്ച് അതർ, അപ്പോൾ നേരിട്ട് സംസാരിച്ചിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം വരുന്നില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് ഒരാൾ ഓഫർ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരാൾക്ക് അത് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ റിവോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാകുന്നപ്പോഴും തന്നെ അവർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. And when the parties are at a distance and the offer and acceptance and their revocations are made to post the rules containing in section 3 to 5. അപ്പം ഇനി അതല്ല, പാർട്ടീസ് തമ്മിൽ ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഓഫറും ആക്സെപ്റ്റൻസും റിവോക്കേഷനും അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ആക്റ്റിലെ സെക്ഷൻ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മളിത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ സെക്ഷൻ 3 വരുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെക്ഷൻ 4 വരുന്നത് വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്, എപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്ഷൻ 5 വരുന്നത് ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ എപ്പോഴാണ്, ഏത് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓഫറും ആക്സെപ്റ്റൻസും റിവോക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ 3 ഡിസ്കസ് ചെയ്യാം. അതിൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെക്ഷൻ 3 ഓഫ് ദി ആക്ട് റെഫേഴ്സ് ടു ദി 2 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ 2 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ. ഇങ്ങനെ 2 രീതിയിലാണ്, കമ്മ്യൂണിക്കേഷൻ ബൈ ആക്റ്റും കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ. ആക്ട് ഇൻക്ലൂഡ് ബൈ കണ്ടക്ട് ഓർ ബൈ വേർഡ്സ് റിട്ടൺ ഓർ ഓറൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇത്തരം കേസിലൂടെയൊക്കെ എന്ത് കണ്ടക്ട് ചെയ്യാം, കണ്ടക്ട് ഓർ ബൈ വേർഡ്സ് റിട്ടൺ ഓർ ഓറൽ. അപ്പം അതാണ് കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട്. സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ബൈ ലെറ്റർ, ടെലിഗ്രാം, ടെലിഫോൺ എക്സെട്ര. അപ്പോൾ ഈ ഇത്തരം കേസസിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലെറ്റർ വഴിയോ ടെലിഗ്രാം വഴിയോ ടെലിഫോൺ വഴിയോ നടത്താവുന്നതാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ ഇൻക്ലൂഡ്സ് കണ്ടക്ട് ഓർ ഫോർബിയറൻസ് ഓൺ ദി പാർട്ട് ഓഫ് വൺ പേഴ്സൺ വിച്ച് ഹാസ് ദി ഇഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പാർട്ടി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 3 വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ 4 ഡിസ്കസ് ചെയ്യാം. വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്, എപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. The communication of an offer is complete when it comes to the knowledge of the person to whom it is made. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ഓഫർ ഉണ്ടാക്കിയിരിക്കുന്നത് അയാളുടെ അറിവിലേക്ക് ഇത് എത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ ഓഫറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പ്രപ്പോസസ് ബൈ എ ലെറ്റർ ടു സെൽ എ സ്കൂട്ടർ ടു ബി അറ്റ് എ സർട്ടൻ പ്രൈസ്. അപ്പോൾ എ എന്ത് ചെയ്യാണ്, പ്രപ്പോസ് ചെയ്യാണ് ഒരു സ്കൂട്ടർ ബിക്ക് വിൽക്കാനായിട്ട്. ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പ്രപ്പോസൽ ഈസ് കംപ്ലീറ്റ് വെൻ ബി റിസീവ്സ് ദ ലെറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ബി ഈ ലെറ്റർ സ്വീകരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, എനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട്. അപ്പോൾ അതായത് ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് പറയാം. അതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്.
കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആസ് എഗെയിൻസ്റ്റ് ദി ഓഫറർ ആൻഡ് ഓർ പ്രപ്പോസൽ ആൻഡ് ഓഫറി. അപ്പം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് സംഭവിക്കുന്നത് ഓഫററുടെ കേസിലും ഓഫറിയുടെ കേസിലും രണ്ട് രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആസ് അഗെയിൻസ്റ്റ് ദി ഓഫററുടെ കേസിൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസർ കേസിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം സോ ആസ് ടു ബി ബൗണ്ട് ഓഫ് പവർ ഓഫ് ദി ആക്സെപ്റ്റർ ടു വിഡ്രോ ദി സെയിം. അതായത് നമ്മൾ ഒരാൾക്ക് നമ്മളൊരു ഓഫർ അയക്കുന്ന സമയത്ത് മറ്റാൾ, അതായത് നമ്മൾ ആർക്കാണോ ഓഫർ അയക്കുന്നത് അയാൾ, അതായത് ഓഫറി അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തന്നെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കാം. ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായി കണക്കാക്കാം? ഓഫറർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കാം. ആസ് എഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ. അപ്പോൾ ആക്സെപ്റ്ററെ കേസിൽ പറയുകയാണെന്നെങ്കിൽ എങ്ങനെ വരും എന്നാണ് പറയുന്നത്? The communication of acceptance as against the acceptor is complete when the letter of acceptance reaches the offerer. എപ്പോഴാണോ ഇയാളുടെ ആക്സെപ്റ്റൻസ് റിസീവ് ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, ഒരു ആക്സെപ്റ്ററെ കേസിൽ കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് കണക്കാക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പാർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭാഗം തന്നെ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇപ്പോൾ എന്ത് ചെയ്തു, ബിക്ക് എ എന്ത് ചെയ്തു, ഒരു സ്കൂട്ടർ കൊടുക്കാമെന്ന് ഒരു ലെറ്റർ അയച്ചപ്പം ബി അത് റിസീവ് ചെയ്തു. അപ്പം ബി റിസീവ് ചെയ്തപ്പോൾ തന്നെ എയുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതായത് എ ആ ഓഫർ ആരെ അറിയിക്കുന്നതോട് തന്നെ, ബിയെ അറിയിക്കുന്നതോടുകൂടി തന്നെ എയുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പോൾ അത്തരം കേസസിൽ പക്ഷേ ഒരു ആക്സെപ്റ്ററുടെ കമ്മ്യൂണിക്കേഷൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, വെൻ ഇറ്റ് ഈസ് കംസ് ടു ദ നോളജ് ഓഫ് ദി പ്രപ്പോസർ. അപ്പോൾ അത് ആരുടെ അടുത്തേക്ക് എത്തിക്കണം? അപ്പം നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആക്സെപ്റ്റർ പ്രപ്പോസറിനെ അറിയിക്കുമ്പോൾ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആക്സെപ്റ്ററുടെ കേസിൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്ന് പറയാം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. അപ്പം ഒന്നുകിൽ അത് പിൻവലിക്കുക, വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഒരു ഓഫർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഓഫർ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ബി എ റിവോക്കേഷൻ ഓഫ് ഓഫർ ഓർ ആക്സെപ്റ്റൻസ്. അപ്പോൾ റിവോക്കേഷൻ ഓഫ് ഓഫറോ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് റിവോക്കേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഈസ് കംപ്ലീറ്റ്, എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ്, ആരാണോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ആരാണോ ഉണ്ടാക്കിയിരിക്കുന്ന കേസസിൽ, അതായത് ഉണ്ടാക്കുന്നത് എപ്പോഴും ആരോ ഓഫറർ ആയിരിക്കും, പ്രപ്പോസറിൻ്റെ കേസിൽ, വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ദ പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഓഫർ ഉണ്ടാക്കിയിരിക്കുന്നത് അയാളെ നമ്മൾ ഇത് അറിയിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും. ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്, ആർക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, വെൻ ഇറ്റ് ഈസ് കം ടു ഹിസ് നോളജ്, അപ്പോൾ അയാളുടെ അറിവിലേക്ക് അതെത്തിക്കുന്നത് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ റിവോക്കേഷനുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. Next, section 5, time for revocation of offer and acceptance. Offer can be revoked at any time before the letter of acceptance has been posted by the acceptor. When such a letter has been posted, the offer cannot be revoked by the offerer. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഓഫർ റിവോക്ക് ചെയ്യാം, ബിഫോർ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഹാസ് ബീൻ പോസ്റ്റഡ് ബൈ ദി ആക്സെപ്റ്റർ. അപ്പോൾ ആക്സെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്,
അത് റിവോക്ക് ചെയ്യാം. പക്ഷെ അതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഓഫററിന് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ദ ആക്സെപ്റ്റർ ക്യാൻ റിവോക്ക് ഹിസ് ആക്സെപ്റ്റൻസ് അറ്റ് എനി ടൈം ബിഫോർ ഹിസ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റീച്ചസ് ദി ഓഫറർ. അപ്പോൾ അതേപോലെ ഏത് സമയം വേണമെങ്കിലും ആക്സെപ്റ്ററിനും അത് റിവോക്ക് ചെയ്യാം. പക്ഷേ അത് ആരുടെ അടുത്ത് ആ ആക്സെപ്റ്റൻസ് ആരുടെ അടുത്ത് ഓഫറുടെ അടുത്ത് എത്തുന്നതിന് മുൻപായിട്ട് അയാൾക്കത് റിവോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് റിവോക്കേഷൻ എന്നതുകൊണ്ട് ടൈം ഫോർ റിവോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.